നമസ്കാരം. ആയുർജ്യോതി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജലക്ഷ്മി അമ്മ. ഇന്ന് ഞാൻ പറയുന്ന നക്ഷത്രം ആയില്യം നക്ഷത്രത്തെക്കുറിച്ചാണ്. ആയില്യം നക്ഷത്രത്തിന്റെ ദശാകാലം ആരംഭിക്കുന്നത് തന്നെ ബുധദശയിലാണ്. ബുദ്ധിപരമായ കാര്യങ്ങളിൽ എപ്പോഴും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന നക്ഷത്രമാണ് ബുധൻ എന്ന് പറഞ്ഞാൽ. ബുധകാരൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ കാര്യങ്ങളിൽ അവരുടെ എല്ലാ തീരുമാനങ്ങളും അവർ എടുക്കുകയുള്ളൂ. ബുദ്ധിയിൽ വളരെ ഉന്നത നിലവാരം പുലർത്തുന്നവർ തന്നെയായിരിക്കും. ബുദ്ധിപരമായ കഴിവ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ലെവലല്ല, അല്ലെ വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ പറയുന്നത്. ഇവരേത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ ബുദ്ധിപരമായ കഴിവ് തെളിയിക്കുന്നവരായിരിക്കും. ഇവർ ഇടപെടുന്ന ഏത് മേഖലയാണേലും അതിൻ്റെ നല്ല വശങ്ങളോടുകൂടി നല്ല ബുദ്ധിപരമായിട്ട് അത് പൂർത്തിയാക്കാൻ ഇവർക്ക് കഴിയുന്ന ഒരു നക്ഷത്രമാണ്. പിന്നെ മറ്റൊന്ന് എടുത്തു പറയാൻ ഒരു വിശേഷ ഗുണമെന്ന് പറഞ്ഞാൽ ഇവരുടെ ദേവത എന്ന് പറഞ്ഞാൽ, ഈ നക്ഷത്ര ദേവത എന്ന് പറഞ്ഞാൽ സർപ്പമാണ്. അറിയാമല്ലോ, ആയില്യംകാവിൽ ആയില്യം പൂജ നടത്തുന്നത്, മണ്ണാർശാനിൽ ആയില്യങ്ങളൊക്കെ കൊണ്ടാടുന്നത് ഈ ആയില്യം നക്ഷത്രക്കാരുടെ നക്ഷത്രത്തിലാണ്. നാഗദൈവങ്ങൾക്ക് പൂജകൾ ചെയ്യുന്നു, നൂറും പാലും നമ്മൾ കൊടുക്കുന്നു. ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള ഒരു നക്ഷത്രമാണ്. നാഗങ്ങളുടെ അനുഗ്രഹവും ഉള്ള നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം. നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യ അടക്കി ഭരിച്ച, ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരെ ഒരു ശീതസമരത്തിലൂടെ ഇവിടുന്ന് ഓടിച്ച ആൾക്കാരാണ് നെഹ്റുവും മഹാത്മാഗാന്ധിയും. ഇവരുടെ രണ്ടുപേരുടെ നക്ഷത്രം ആയില്യം നക്ഷത്രമായിരുന്നു. അപ്പം തന്നെ അതിൻ്റെ ഉണ്മ എന്താണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അത്ര നയതന്ത്രപരമായിട്ട് ഇടപെടാൻ, ഏത് അവസ്ഥയിൽ തന്ത്രം മെനയാൻ, തന്ത്രപരമായി ഇടപെടാനൊക്കെ ആയില്യം നക്ഷത്രക്കാർ ഒരു പ്രത്യേക വാസന തന്നെയുണ്ട്. അതുപോലെ അസാധ്യമായി ഒന്നുമില്ല എന്ന് നെപ്പോളിയൻ ചക്രവർത്തി പറഞ്ഞിട്ടുണ്ട്. അതേ ഒരു ഗുണം തന്നെ ഈ ആയില്യംകാർക്ക് ചേരുന്ന ഒരു സത്വമാണ്. കാര്യം ഏത് കാര്യങ്ങളും അവർക്ക് ഈസിയായി ചെയ്യാൻ കഴിയും. നമുക്കൊരു ഉപദേശങ്ങളൊക്കെ തരാൻ കഴിയും. നമുക്കൊരു ദുഃഖിച്ചിരിക്കുന്ന ഒരു സുഹൃത്താകട്ടെ, അല്ലെങ്കിൽ ഒരു വേദനിച്ചിരിക്കുന്ന ഒരാൾക്കാരാകട്ടെ, അവർക്ക് ബുദ്ധിപരമായ ഒരു ഉപദേശം കൊടുക്കാനും, അതിന് ഇന്ന പോലെ നിങ്ങൾ ചെയ്യും, ഇതുപോലെ നിങ്ങൾ ചെയ്യും എന്നൊക്കെ ഒരു ഉപദേശം കൊടുക്കാൻ പറ്റിയ നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർ. മനുഷ്യന്റെ അന്തർലീനമായിട്ട് സർപ്പാകൃതിയിൽ രണ്ട് ചുറ്റുണ്ട്. അതിനെ കുണ്ടലിൻ എന്ന് പറയും. സഹസ്രധാര പത്മത്തിലാണിത് അന്തർലീനമായി കിടക്കുന്നത്. അത് യോഗികമാരും മഹർഷിമാരും ഒക്കെ വർഷങ്ങളോളമുള്ള തപസ്സിലൂടെയും നേടിയെടുക്കുന്ന ഒരു ഇതാണ് കുണ്ടലിനി എന്ന യോഗമുദ്രയുടെ ഒരു വേർഷനാണത്. അപ്പോൾ അത് ഉണർന്നു കഴിഞ്ഞാൽ പരമശിവനെ നേരിട്ട് കാണുമെന്നാണ്. ഒരു ഉത്തംഗ ശൃംഗത്തിൽ മനുഷ്യനെത്തുമെന്നാണ്. കുണ്ടലിനി ഉണർന്നു കഴിഞ്ഞാൽ ഉത്തംഗ ശൃംഗത്തിൽ ഒരു മനുഷ്യൻ എത്താവുന്നതിൻ്റെ പൂർണ്ണതയിലെത്തുമെന്നുള്ളതാണ് വിവക്ഷിക്കുന്നത്, അതിനെപ്പറ്റി അർത്ഥമാക്കുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ സർപ്പത്തിൻ്റെ മാഹാത്മ്യമായ ഈ ആയില്യം നക്ഷത്രക്കാരുടെ മേന്മ ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ. എത്രമാത്രം ഒരു ബുദ്ധിപരമായിട്ടും പൊതുരംഗത്തും ഭൗതികമായിട്ടും എല്ലാ രംഗത്തും ഒരു ഉന്നത ശ്രേണിയിലെത്തുന്നവർ തന്നെയാണ് ആയില്യം നക്ഷത്രക്കാർ. അവരെപ്പോഴും സർപ്പത്തിൻ്റെ ഒരു അനുഗ്രഹം അവർക്കുള്ള നക്ഷത്രമാണ്. സർപ്പപ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ബുധനെ ഏറ്റവും പ്രാർത്ഥിക്കുന്നവർക്ക് നല്ലതാണ്. കാരണം ബുധൻ ഒരിക്കലും ഇവരെ വിട്ടുപോകില്ല. അപ്പം ബൗദ്ധിക നിലവാരം ഉയർന്ന നിലവാരം തന്നെയായിരിക്കും ഈ ആയില്യം നക്ഷത്രക്കാർക്ക്. പിന്നെ മറ്റൊരു സവിശേഷത എടുത്തു പറയത്തക്കത് അന്യ സഹജീവികളോട് സഹതാപമുള്ള നക്ഷത്രമാണ്. പാവങ്ങളെ സഹായിക്കാനും പാവപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനും ഒക്കെ മനസ്സ് അനുവദിക്കുന്ന നക്ഷത്രക്കാർ തന്നെയാണ്. പക്ഷേ മുൻകോപം ഇവരുടെ കൂടപ്പുറപ്പാണ്. മുൻകോപമുണ്ട്. പക്ഷേ എന്നാലും വളരെ ലളിതമായിട്ട് ആൾക്കാരോട് പെരുമാറാൻ ഇവർ ശ്രമിക്കും. മനുഷ്യനെ വിശ്രമിപ്പിക്കാത്ത പോലെ ഇവർ. പക്ഷേ മുൻകോപം മൂലം ഇവർക്ക് ഉറ്റ സുഹൃത്തുക്കൾ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇവരുടെ കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട്. പിന്നെ എപ്പോഴും ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് വഹിക്കുന്ന ആൾക്കാരായിരിക്കും. ഒരു ഞാൻ വലുതെന്നുള്ളൊരു ഉള്ളിൽ, പുറമേ കാണിക്കത്തില്ല, ഉള്ളിൽ അവർക്കൊരു ധാർഷ്ട്യ സ്വഭാവം ഉള്ളതായിട്ടും കാണപ്പെടാറുണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊന്നും ആൾക്കാരോട് ഇവർ പൊരുമയായിട്ട് പെരുമാറാൻ ഇവർക്ക് കഴിയില്ല. പക്ഷെ എന്നാൽ ഇവർ ഒരു രണ്ട് തരം വ്യക്തിത്വം തന്നെ പുലർത്തുന്നവരാന്ന് തന്നെ പറയാം. ഒരിക്കലും അത് മറ്റുള്ളവർക്ക് മനസ്സിലാകരുത് എന്നുള്ള രീതിയിലായിരിക്കും ഇവരുടെ പ്രവർത്തനം. ഹൃദയത്തിൽ അങ്ങനെ ഒരു ധാർഷ്ട്യവും അല്ലെങ്കിൽ ഒരു കോപ സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിലും വ്യക്തികളോട് ഇടപെടുമ്പോൾ അത് അവർ പുറമെ അധികം പ്രകടിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു സമയത്ത് പക്ഷേ എത്ര നിയന്ത്രിച്ചാലും യഥാർത്ഥ വ്യക്തി പുറത്തു വരുമെന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ സ്വഭാവം ഇവരിലേക്ക് പുറത്തേക്ക് വരാനും സാധ്യതയുള്ള നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം. പിന്നെ ആഭരണങ്ങളോടും വസ്ത്രങ്ങളോടും ഭൗതിക സുഖങ്ങളോടൊക്കെ വളരെ ആഗ്രഹമുള്ള നക്ഷത്രക്കാർ തന്നെയാണ് ആയില്യം നക്ഷത്രക്കാർ. എപ്പോഴും എല്ലാം ആസ്തികളോട് ഇഷ്ടമുള്ളവര്, നല്ല സുഖജീവിതങ്ങൾ, സുഖമായ അന്തരീക്ഷങ്ങൾ, എല്ലാ കാര്യങ്ങളോടും ഒരു പ്രത്യേക മമത വെച്ച് പുലർത്തുന്നവരായിരിക്കും ആയില്യം നക്ഷത്രക്കാർ.
ഈ സുഖഭോഗങ്ങളിലെല്ലാം ഇവർക്ക് രജോ ഗുണം തന്നെ ലഭിക്കുന്ന ആൾക്കാരുമാണ്. സുഖത്തിന്റെ ഉത്തംഗ ശൃംഗത്തിൽ തന്നെ എത്തുന്നവരുമാണ്. ശുക്രദശ ഇവരുടെ യൗവനകാലത്ത് തന്നെ ആയതുകൊണ്ട് ഇവർക്ക് വികാരപരമായിട്ടും ഭോഗതൃഷ്ണകളും ഒക്കെയും സാധിക്കുന്ന ഒരു നക്ഷത്രവുമാണ് ആയില്യം നക്ഷത്രക്കാര്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയത്തക്ക എന്താന്ന് പറഞ്ഞാൽ, മാറിയും മറിഞ്ഞ സ്വഭാവം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. മാറിയും മറിഞ്ഞു അപ്പം ഈ പൊട്ടിത്തെറിക്കുന്ന പോലെ ചിലപ്പോൾ ഇവർ കോപിഷ്ടരായിട്ട് സംസാരിക്കുന്ന ഒരു പ്രകൃതി ഇവരിൽ അന്തർലീനമായി കിടക്കുന്നത് കാണാം. പിന്നെ ആരുടെയെങ്കിലും എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ആരെങ്കിലും സംസാരിക്കുന്ന കേൾക്കാൻ ഉത്സുകത കാണിക്കും. നല്ല ആൾക്കാരോട് ചേർന്ന് സംസാരിക്കുവാണെങ്കിൽ, ആ സജ്ജനങ്ങളോട് കൂടി സംസാരിക്കുവാണെങ്കിൽ സജ്ജനങ്ങളുടെ സംസാര രീതിയും പ്രവൃത്തിയായിരിക്കും ഇവരിൽ അന്തർലീനമാവുന്നത്. അതേസമയം തന്നെ ദുർജനങ്ങളോട് ഇവർ ഇടപെടുന്നെങ്കിൽ ആ ദുർജനങ്ങളുടെ സംഭാഷണങ്ങൾ, ദുർജനങ്ങൾ സംസാരിക്കുന്ന വിഷയങ്ങൾ അറിയാമല്ലോ. മനുഷ്യന് ഇഷ്ടപ്പെടാത്ത ഒന്നേ ഏഷണിയായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ആരുടെയും കുറ്റങ്ങളോ കുറവുകളോ അങ്ങനെയൊക്കെ പറഞ്ഞേക്കും. ഇവർ അതിനോട് ഒത്തു സംസാരിക്കാനും ഒരു ഉത്സുകത ഇവർ കാണിക്കുന്നതായിട്ട് കാണാറുണ്ട്. അങ്ങനെ ഒരു സ്വഭാവ വൈശിഷ്യം ഇവരിൽ കാണാൻ എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഗുരുജനങ്ങളോട് സ്നേഹ ബഹുമാനങ്ങൾ കാണും. മാതാപിതാക്കളോട് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടർ തന്നെയാണ്. മാതാപിതാക്കളെ വളരെയധികം സ്നേഹിക്കും, കുടുംബാംഗങ്ങളെ വളരെ സ്നേഹിക്കും. ഒന്നാം സ്ഥാനം തന്നെ കൊടുക്കും കുടുംബാംഗങ്ങൾക്ക്, ഫാമിലിക്കും, ഭാര്യയ്ക്കും, മക്കൾക്കും. അതിലുപരി സ്വന്തം സ്വഗൃഹത്തോടും വളരെ കൂറുള്ളവരായിരിക്കും. അച്ഛനോട്, അമ്മയോട്, സഹോദരങ്ങളോട്, ബന്ധുജനങ്ങളോടൊക്കെ വളരെ കൂറ് പുലർത്തുന്നവരായിരിക്കും ആയില്യം നക്ഷത്രക്കാർ. അതുപോലെ അവരെ ഒരു നിരാശപ്പെടുത്താനോ ഒരു കുറ്റങ്ങളോ കുറവുകളോ ഒന്നും അവരുടെ ഭാഗത്തുണ്ടാകാനൊന്നും ആയില്യംകാർക്ക് സമ്മതിക്കാൻ പറ്റില്ല. എല്ലാം ഒന്നാം സ്ഥാനത്തിന് അവർക്ക് എല്ലാ കാര്യത്തിനും കൊടുക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ആയില്യ നക്ഷത്രക്കാർക്ക് കുടുംബാംഗങ്ങളുടെ ആനുകൂല്യങ്ങളും സ്നേഹങ്ങളും വളരെയേറെ കിട്ടുന്ന ഒരു നക്ഷത്രവുമാണ്. പിതാവിൻ്റെ സ്വത്ത് അല്ലെ മാതൃസ്വത്ത്, അവരുടെ സ്നേഹം, അവരുടെ കരുണയൊക്കെ ലഭിക്കാനും ഈ ആയില്യംകാർക്കും അനുഗ്രഹമുള്ളൊരു നക്ഷത്രം തന്നെയാണ്. പിന്നെ സഞ്ചാരപ്രിയരായിരിക്കും. കാര്യം പാമ്പിൻ്റെ സ്വഭാവം അറിയാമല്ലോ, എപ്പോഴും എഴഞ്ഞു നടക്കുന്നൊരു സ്വഭാവമല്ലേ പാമ്പിന്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ സർപ്പമായവരുടെ നക്ഷത്രനാഥനാകയാൽ ഇവർക്ക് എപ്പോഴും സഞ്ചാരപ്രിയരായിരിക്കും. സഞ്ചാരങ്ങളെ വളരെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. പിന്നെ സരസ സംഭാഷണങ്ങൾ, നർമ്മ സംഭാഷണങ്ങൾ, തമാശ കൂട്ടുകാരുമായിട്ട് ചേർന്നുകൊണ്ടുള്ള സ്വകാര്യ നിമിഷങ്ങൾ, അല്ലെ കൂട്ടുകാരുമായിട്ട് ചേർന്നിട്ട് അവരുടേതായിട്ടുള്ള ലോകത്തുള്ള കളിച്ചിരികൾ, സന്തോഷങ്ങൾ ഇങ്ങനെയൊക്കെ പങ്കുവെക്കുന്നതിൽ വളരെ ഉത്സുകരായിട്ട് ഈ ആയില്യം നക്ഷത്രക്കാരെ കാണാറുണ്ട്. ഇലക്ട്രോണിക്കൽ മേഖലയിലും മറ്റുള്ള IT മേഖലയിലൊക്കെ പ്രാഗൽഭ്യം പുലർത്തുന്നവരാണ്. അപ്പോൾ അതുപോലെ തന്നെ സൈനിക മേഖലയിലെ ആതുര സേവന രംഗത്ത് കൂടുതലായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഒരു താൻ പോരുമയുള്ള നക്ഷത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി അങ്ങ് താന്നുള്ള ജോലികളൊന്നും ചെയ്യാൻ താല്പര്യപ്പെടുത്തില്ല. എപ്പോഴും ഞാൻ തന്നെയായിരിക്കണം എൻ്റെ ബോസ് എന്നുള്ള രീതിയിലാണ് ഇവരുടെ എല്ലാ പ്രവൃത്തികളും. അല്ല ഒരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ, അവരെ അടിച്ചമർത്തല, ഇതൊന്നും ഇവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമല്ല. ഒരു ഭർത്താവിനോടാണ് അല്ലെങ്കിൽ മക്കളോടാന്ന് പറഞ്ഞാൽ പോലും ഇവർക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങ് താഴത്തില്ല. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരുടെ സന്താന വിഷയത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ മക്കളുടെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കുന്നവരായിരിക്കും. ഒരു ബാല്യം കഴിഞ്ഞൊരു യൗവനത്തിലേക്ക് ആരംഭിക്കുമ്പം ഇവരുടെ മക്കൾ ചില അനുസരണക്കേടുകൾ കാണിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവർ പറഞ്ഞാൽ ചിലപ്പോൾ അനുസരിക്കാത്തൊരവസ്ഥ, സന്താനങ്ങളിൽ നിന്ന് ഇവർക്കൊരു മനസ്സിന് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകത്തക്ക പോലെ ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. പിന്നെ പൂർണ്ണമായിട്ട് ഇവരുടെ മക്കൾ ഇവരെ ഉൾക്കൊണ്ട് സ്നേഹിക്കുമെന്നും ഇവർ മക്കളോട് സ്നേഹിക്കുമെന്നും നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല. ഒരു ലിമിറ്റ് വിട്ട് ഇവർ മക്കളോടായാലും ഭാര്യയോടായാലും ഒന്നും അധികം മനസ്സ് ചേർത്ത് വയ്ക്കുന്ന സ്വഭാവമില്ല. എന്നാൽ ഭർത്താവിനോട് ഇഷ്ടമാണ്, കുടുംബത്തോട് ഇഷ്ടമാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഒരു അതിർവരമ്പ് ഇവരെപ്പോഴും എല്ലാ ബന്ധങ്ങളിലും കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. മനസ്സ് വിട്ടൊരു സ്നേഹം കൊടുക്കുക, അല്ലെ മനസ്സ് വിട്ടൊരു കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുക ഒന്നും ഇവർ ചെയ്യില്ല. ആരോടായാലും ഒരു കൈപ്പാങ് അകലെയിട്ട ഇവർ ആയില്യം നക്ഷത്രത്തിൽ പിറന്ന പുരുഷനായാലും ശരി, സ്ത്രീ ആയാലും ശരി പെരുമാറാനുള്ള സാധ്യതയുള്ളൂ. പിന്നെ ആയില്യം നക്ഷത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എടുത്തു പറയത്തക്കെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞാൽ വിട്ടുവീഴ്ച മനോഭാവത്തോടെ എല്ലാവരോടും പെരുമാറുന്ന ഒരു നക്ഷത്രമാണ്. അപ്പം ഈ അനാഥാലയങ്ങളിലൊക്കെ സാമ്പത്തിക സഹായം ചെയ്യാൻ, അനാഥരെ സംരക്ഷിക്കാൻ, വിധവകളെ സംരക്ഷിക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇവർ ഉത്സുകത കൂടുതലായിട്ട് കാണിക്കുന്നത് കാണാറുണ്ട്. പറഞ്ഞല്ലോ എല്ലാവരോടും എളിമയോടെ പെരുമാറുന്ന ഒരു സ്വഭാവം ഇവരിൽ അന്തർലീനമായിരിക്കുന്നത് നമുക്ക് തെളിഞ്ഞു കാണാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നക്ഷത്രങ്ങൾ 4 പാദമാണെന്ന്. അപ്പോൾ 4 പാദത്തിൽ ഓരോ പാദത്തിലും ഓരോ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതനുസരിച്ച് സ്വഭാവം കാര്യങ്ങളും എല്ലാം നമുക്ക് വ്യത്യസ്തമായ നിലകളിലായിരിക്കും. ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ നിലകളിലായിരിക്കും. സുഖദുഃഖങ്ങളുടെ കാര്യം ഞാനിവിടെ പറഞ്ഞത്. എന്തായാലും ഇവരെ ഒരിക്കലും സുഖസൗഭാഗ്യങ്ങൾ വെടിഞ്ഞ് ഇവർക്ക് പോകാൻ പറ്റില്ല. സുഖസൗഭാഗ്യം ഇവരെ വെടിയുന്നതായി കാണപ്പെടാറേ ഇല്ല. പിന്നെ ദന്തസംബന്ധമായ രോഗം, മോണസംബന്ധമായ രോഗം, സന്ധിവാതം, നേത്രരോഗങ്ങൾ,
ഇയർ നോസ് ത്രോട്ട് എന്ന് പറഞ്ഞ പോലെ കണ്ണ്, ചെവി, മൂക്ക് അത് സംബന്ധമായിട്ടുള്ള ഒരു അസുഖങ്ങൾ ഇവരെ അലട്ടുന്നതായി കാണപ്പെടാറുണ്ട്. പിന്നെ അലർജി കാണപ്പെടാറുണ്ട്. ഉദര സംബന്ധമായിട്ടും ഇവർക്ക് അസ്വസ്ഥതകളൊക്കെ ഈ ആയില്യ നക്ഷത്രക്കാർക്ക് എടുത്തു പറയത്തക്ക ഒരു രോഗ വിവരങ്ങളാണ്. സുഖദുഃഖ സമ്മിശ്രമായ ഒരു നക്ഷത്രമായിരിക്കും ആയില്യ നക്ഷത്രം. ഞാൻ പറഞ്ഞല്ലോ, ജനന സമയം അനുസരിച്ച് വ്യത്യസ്തപ്പെട്ടിരിക്കും. എല്ലാവർക്കും സുഖമാണെന്നും എല്ലാവർക്കും ദുഃഖമാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല. ജനന സമയത്തിൻ്റെ അനുസരിച്ച് അവരുടെ അപ്പോഴത്തെ ആ പ്രസൻറ്റ് ഓഫ് അവരുടെ ആ കണ്ടീഷൻ എന്താണ്, അല്ലെ അവരുടെ ദശ എന്താണെന്നനുസരിച്ച് മാറിയും മറിഞ്ഞു ഇരിക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, 4 പാദമാണ്, 1, 2, 3, 4. ഈ 4 പാദത്തിലെ വ്യക്തികൾ ആയില്യ നക്ഷത്രമായിരിക്കാം, പക്ഷേ അവരുടെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഡീറ്റെയിൽ ആയിട്ടിരുന്ന് ഗണിച്ചെടുത്താൽ മാത്രമേ നമുക്ക് അങ്ങനെ ഏത് പാദത്തിലാണ് ഇവർ ജനിച്ച് ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റും. ഞാനിപ്പോൾ ആയില്യ നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവമാണ് പറയുന്നത്. ആയില്യ നക്ഷത്രത്തിൽ ഒരു വ്യക്തിക്ക്, ഒരു ആണിനും പെണ്ണിനും വരാവുന്ന പൊതു സ്വഭാവം ആണ് ഞാൻ ഈ പറയുന്നത്. അല്ല ഞങ്ങൾക്ക് എന്താ ഇങ്ങനെ ദുഃഖം, ഇവർ പറയുന്നത് ശരിയല്ലല്ലോ, ഇത് ഞങ്ങൾക്ക് എപ്പോഴും ദുഃഖമായിരുന്നല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. അത് മാനുഷികം തന്നെ, നിങ്ങൾ ചിന്തിക്കുന്നത് തെറ്റല്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഓരോ പാദത്തിനനുസരിച്ച് നിങ്ങളുടെ അനുഭവങ്ങളും വ്യത്യസ്തമായിരിക്കും. അത് നിങ്ങളൊന്ന് ശ്രദ്ധയിൽ വയ്ക്കുമല്ലോ. മറ്റൊരു കാര്യം എടുത്തു പറയത്തക്ക ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ ഒരുപാട് അസറ്റുകൾ, ഞാൻ പറഞ്ഞല്ലോ, ഭൂമി വകകളും വസ്തുവകകളും ഒക്കെ സമ്പാദിക്കുന്നവരായിരിക്കും. പൂർവിക സ്വത്തിനൊക്കെ ഇവർക്ക് അർഹതയുള്ളവരാണ്. പിതൃക്കളുടെ സ്വത്തുക്കൾ കിട്ടും, സഹോദരി സ്ഥാനീയരുടെ സഹായങ്ങൾ കിട്ടും. അങ്ങനെ എല്ലാവരുടെയും സഹായങ്ങൾ ആയില്യ നക്ഷത്രക്കാർക്ക് കിട്ടാൻ വളരെ സമ്മതമുള്ള ആൾക്കാരാണ്. പിന്നെ ഇവർ രാഷ്ട്രീയപരമായിട്ട് നീങ്ങിയാലും വളരെ നല്ലതായിരിക്കും. ജനങ്ങളോട് അനുനയമായിട്ട് സംസാരിക്കാനും അനുനയിപ്പിച്ച് കാര്യങ്ങൾ നടത്താനും ഒക്കെ ഏറ്റവും നല്ല നക്ഷത്രമാണ് ആയില്യ നക്ഷത്രം. പിന്നെ സംസാരപ്രിയരായിരിക്കും. മണിക്കൂറുകളോളം ഇഷ്ടജനങ്ങളുമായിട്ട് ഇവർ സ്വൈരസല്ലാപം നടത്തുന്ന വ്യക്തിത്വങ്ങളാണ്. ഇഷ്ടമുള്ള വ്യക്തികളായിട്ട് മണിക്കൂർ 2-3 മണിക്കൂർ സംസാരിച്ച് ഇവർക്ക് മതിയാവത്തില്ല. ആ സംസാരം നീണ്ടുപോകും. കലയാകാൻ, രാഷ്ട്രീയമാകാൻ, തമാശയാകാൻ, ഏത് ഇതാണെങ്കിലും അത് നീണ്ട സംസാരം. കുറഞ്ഞു പോയല്ലോ എന്നേ പിന്നെയും പറയും 2 മണിക്കൂർ സംസാരിച്ചാലും. അത്ര സംസാരപ്രിയരാണ്. ഇഷ്ടജനങ്ങളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ്. പിന്നെ നമ്മളൊരു ദുഃഖം പറഞ്ഞാൽ അത് ആ ദുഃഖത്തിൻ്റെ അളവിൽ തന്നെ ഉൾക്കൊള്ളും. പക്ഷേ ഒരു കാര്യം 2 വട്ടം ആലോചിച്ചിട്ട് ഒരു കാര്യം ചെയ്യും. കാരണം ബുധനാണ് ഇവരുടെ ജന്മകാരകൻ. ബുധൻ ബുദ്ധികാരകനാണ്. ആരെന്ത് പറഞ്ഞാലും പെട്ടെന്ന് കണ്ണും അടച്ച് വിശ്വസിച്ച് ചിന്നാന്നും പറഞ്ഞെടുത്ത് തരത്തില്ല. 2 വട്ടം ആലോചിച്ചിട്ട് ഒരു കാര്യം ചെയ്യും. പക്ഷെ അത് അനുകമ്പ ദയൊക്കെ ഉണ്ട്, ചെയ്യുകയും ചെയ്യും. പക്ഷെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് ഒരു കാര്യം ചെയ്യൂ. അതുപോലെ അവരുടെ മനസ്സിലെ രഹസ്യങ്ങളൊന്നും വിട്ടു പറയത്തില്ല. എപ്പോഴും അവർക്ക് അവരുടേതായ ഒരു രഹസ്യഭാവം അവർ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിത്വങ്ങളുമായിരിക്കും ആയില്യ നക്ഷത്രക്കാർ. ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളെ നീങ്ങുള്ളൂ. എതിർവശത്ത് നിൽക്കുന്ന വ്യക്തികളോട് എപ്പോഴും ഇടപെടുമ്പം 2 വട്ടം ആലോചിക്കും. സമ്പത്തിൻ്റെ കാര്യമായാലും ശരി, സ്നേഹത്തിൻ്റെ കാര്യമായാലും ശരി, കൊടുക്ക വാങ്ങലായാലും ശരി, എപ്പോഴും ആലോചിച്ചും കണ്ടും അളന്നും തൂക്കിയും മാത്രമേ ഒരു കാര്യങ്ങൾ അവർ ചെയ്യൂ. ചെയ്താൽ ചെയ്തു തന്നെ ആയിരിക്കും ചെയ്യും. കൊടുത്താൽ കൊടുത്തു തന്നെ ആയിരിക്കും. അത് പിന്നെ അതിനകത്തൊരു മാറ്റമില്ല. മനസ്സോട് തന്നെ ആയിരിക്കും തരുന്നത്. പക്ഷെ തരാനൊരു ശകലം പാടാ. പക്ഷെ നമുക്ക് തരാൻ തുടങ്ങിയാൽ തരുകയും ചെയ്യും. അങ്ങനെ ഒരു നക്ഷത്രവുമാണ്. ഞാനെന്ന ഭാവം ഇച്ചിരി കൂടുതലുള്ള ആൾക്കാരാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, താൻപോരിമ കൂടുതലുള്ള ആൾക്കാരാണ്. എപ്പോഴും ഞാനെന്ന ഭാവം ഇവരിൽ എപ്പോഴും ഭരിക്കുന്നതായി കാണാം. പിന്നെ സാമ്പത്തികമായും ആരോഗ്യപരമായും ഒക്കെ ആരോഗ്യസ്ഥിതിയും ശകലം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇവരെ അസ്വസ്ഥപ്പെടുത്തുന്നൊരു പ്രായം. ഒരു 40 വയസ്സിന് ശേഷം ഒരു 50 വയസ്സിനിടയ്ക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങളുടെ കാര്യങ്ങളുണ്ടാകും. അങ്ങനെ കണ്ടുവരാറുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ശകലം ഒരു ഇതാകും. പിന്നെ ജീവിതകാലം മുഴുവനും ചെറിയ ചെറിയ രോഗങ്ങൾ ഇവരെ അലട്ടിക്കൊണ്ടുമിരിക്കും. കാരണം എപ്പോഴും അറിഞ്ഞല്ലോ, എല്ലാ ഗുണങ്ങളും ദൈവം തരുമ്പോൾ ഒരു ദുഃഖം തരുമെന്ന് പറയുന്നത് കേട്ടിട്ടില്ല. എന്ന പോലെ നല്ല സാമ്പത്തിക സ്ഥിതി, ഉയർന്ന സാമ്പത്തിക സ്ഥിതി, ജീവിക്കും. എല്ലാ നന്മകളും എല്ലാ സുഖത്തോടും കൂടി രാജാവിനെ പോലെ ജീവിക്കും. പക്ഷേ ചെറിയ ചെറിയ രോഗങ്ങൾ ഇവരെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്. നാഗദേവതയ്ക്ക് നാഗക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുക. ആയില്യം നക്ഷത്രത്തിലെ എല്ലാ പക്കപ്പറന്നാളിനും ആയില്യത്തിൻ്റെ പൂജകൾ ചെയ്യുന്ന എല്ലാ സർപ്പാഭ്യോ നമ എന്ന് ചൊല്ലുന്നവർക്ക് നല്ലതാണ്. അതേപോലെ തന്നെ മണ്ണാറശാലിൽ ആയില്യത്തിന് പോകുന്നത് വളരെ പ്രയോജനമാണ്. പിന്നെ പാമ്പുമേക്കാവിൽ ഇവർ പോയി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. 100 പാലും സർപ്പത്തിന് കൊടുക്കുന്നത് നല്ലതാണ്. നാഗേക്ഷി അമ്മയെ, നാഗരാജാവിനെ ഒക്കെയും പ്രാർത്ഥിക്കുന്ന ഇവർക്ക് നല്ലതാണ്. അതേപോലെ തന്നെ വിഷ്ണുവിനെയും ശ്രീരാമനെയും ഇവർക്ക് പ്രാർത്ഥിക്കണം. ബുധന്റെ ഒരു ജനനമായകൊണ്ട്, ബുധക്കൂറിലായകൊണ്ട്, ഇവർ നക്ഷത്രത്തിന്റെ അധിപനായതുകൊണ്ട് ഇവർക്ക് ബുധനെ പ്രീതിപ്പെടുത്തുന്നതിന് വിഷ്ണുവിനെയും ശ്രീരാമനെയും പ്രാർത്ഥിക്കുന്നതും
വളരെ നല്ലതാണ്. നിങ്ങളുടെ ഇഷ്ടദേവത, ദേശദേവത ഇവരെയൊക്കെയും പ്രാർത്ഥിക്കുക. മാതാവിൻ്റെ കുടുംബക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നതും നമുക്ക് അതിനുള്ള അനുഗ്രഹമെന്ന ഓരോ വഴിപാടുകൾ നടത്തുന്നതും യഥാശക്തി നിങ്ങൾക്ക് നല്ലത് തന്നെയാണ്. പിന്നെ കന്യകമാർക്ക് ദാനം ചെയ്യുക, വൃദ്ധജനങ്ങൾക്ക് ദാനം ചെയ്യുന്ന ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രേയസ് കൂട്ടുവാനും നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ അവസ്ഥകൾ മാറ്റാനും ദോഷവശങ്ങൾ മാറ്റാനും പുണ്യം വരാനും നല്ലതാണ്. ദാനം ആപത്തിനെ തടയുമെന്നാണ് ചൊല്ല്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾ ഉത്സുകത കാണിക്കുന്നത് നിങ്ങളുടെ നക്ഷത്രത്തിന് വളരെ നന്നായിരിക്കും. വൈവാഹിക ജീവിതത്തെ പറ്റി പറഞ്ഞാൽ മീഡിയം സ്ഥിതി തന്നെ പോകും. എന്നാലും ചില അസ്വാരസ്യങ്ങളും പൊട്ടിത്തെറികളും ഒക്കെ എല്ലാ ജീവിതത്തിലും ഉള്ള പോലെ ഇവരുടെ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഭർത്താവിനോട് അങ്ങ് ഒബീഡിയൻറ്റും വിധേയത്വം കാണിക്കുന്ന നക്ഷത്രമല്ല. സ്ത്രീ ആണെങ്കിലും അല്ലെങ്കിൽ തിരിച്ച് പുരുഷനാണെങ്കിലും ഒരുപാട് അങ്ങ് ദമ്പതികളോട് കാണിക്കുന്ന പോലെ അങ്ങ് വിധേയത്വം കാണിച്ച് ഇങ്ങനെ കാലടികൾ കിടക്കുന്ന ഒരു വ്യക്തിത്വങ്ങളല്ല ആയില്യം നക്ഷത്രക്കാർ. അവർക്ക് അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ അവർ നിൽക്കൂ. എന്നാൽ ഭർത്താവിനെ നോക്കും, അല്ലെങ്കിൽ ആണെ ഭാര്യയെ നോക്കും, ഒക്കെ ചെയ്യും. പക്ഷെ അവരുടെ ഒരു സ്പേസിൽ അവർ നിൽക്കും. അതിൻ്റെ അപ്പുറത്തോട്ട് അവർ പോകാൻ ഇഷ്ടപ്പെടുന്നതല്ല. അപ്പം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് ദാമ്പത്യ ജീവിതം നിങ്ങൾ നയിച്ചാൽ നിങ്ങൾക്ക് വളരെ നന്നായിരിക്കും. പിന്നെ കോപ സ്വഭാവങ്ങൾ മാറ്റിയിട്ട് നിങ്ങളുടെ വളരെ മൈൽഡായിട്ട് ഇടപെടുന്നതും വളരെ ശാന്തമായിട്ടുള്ള ഇടപെടൽ നിങ്ങൾക്ക് ശ്രേയസ് കൂട്ടുകയുള്ളൂ, നിങ്ങളുടെ നന്മ കൂട്ടുകയുള്ളൂ. നല്ല നക്ഷത്രം തന്നെയാണ്. ഉന്നതങ്ങളിലും വിജയത്തിലും എത്തുന്ന ഒരു നക്ഷത്രം തന്നെയാണ് ആയില്യം നക്ഷത്രം എന്ന് എനിക്ക് നിസ്സംശയം പറയാം. ഇപ്പം നിങ്ങൾക്ക് ദുഃഖമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന വീഡിയോ കേൾക്കുന്ന നിമിഷം തന്നെ നിങ്ങൾക്ക് ദുഃഖമാണെന്ന് വിചാരിക്കുക. എനിക്ക് സുഖങ്ങളൊന്നുമില്ല, എനിക്ക് ദുഃഖമാണല്ലോ, ഈ അമ്മ പറയുന്നതൊക്കെ ശരിയാണോ എന്താണെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. അത് മാനുഷികമാണ്. പക്ഷേ സുഖാനുഭവങ്ങൾ, ദുഃഖമുള്ളവർക്ക് സുഖാനുഭവങ്ങൾ നിങ്ങളെ തേടി വരാതിരിക്കില്ല. ആയില്യം നക്ഷത്രത്തെപ്പറ്റി എനിക്ക് നിസ്സംശയം പറയാം. കാരണം പല വ്യക്തികളെ വർഷങ്ങളായിട്ട് കാണുകയും ജ്യോതിഷത്തിൻ്റെ മേഖലയിൽ ഞാൻ പ്രവർത്തിക്കുന്നതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ടും അറിയാം. ദുഃഖങ്ങളും സുഖങ്ങളും മനുഷ്യന് എപ്പോഴും വരും. സുഖങ്ങൾ അത് ഇന്ന നക്ഷത്രമൊന്നുമില്ല, ഏത് മനുഷ്യനും. പക്ഷെ എന്ന് പറഞ്ഞ് എന്നും നിങ്ങൾ കരകാണാക്കടലിൽ ദുഃഖത്തിനകത്ത് ഒരിക്കലും ആണ്ട് കിടക്കില്ല. നിങ്ങളെ തേടി സുഖം തീർച്ചയായും എത്തും. നിസ്സംശയം തന്നെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് സന്തോഷത്തോടിരിക്കുക, മനസ്സ് ശാന്തമായിരിക്കുക, ഈശ്വര വിശ്വാസത്തോടിരിക്കുക. നിങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കും. നിങ്ങളെ തേടി നന്മ തീർച്ചയായും എത്തും. അടുത്ത ദിവസം മകനക്ഷത്രമായി നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.